യേശുവേ എന്റെ ദൈവമേ, നിന്റെ ഭാവം എന്നിലെന്നും നൽകണമേ. രക്ഷകാ എന്റെ കർത്താവേ, നിന്റെ കൃപ എന്നിലെന്നും പകരണമേ. യേശുവേ എന്റെ ദൈവമേ, നിന്റെ ഭാവം എന്നിലെന്നും നൽകണമേ. രക്ഷകാ എന്റെ കർത്താവേ, നിന്റെ കൃപ എന്നിലെന്നും പകരണമേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പുതിയ ആത്മാവും പുതിയ ഹൃദയവും നൽകി നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കുന്ന ദൈവിക പ്രവർത്തനത്തെക്കുറിച്ച് യെഹെസ്കേൽ 36:24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ചേർത്തിരിക്കുന്നു. പുതിയ ആത്മാവും പുതിയ ഹൃദയവും ലഭിക്കുന്നവരിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം. ഒന്ന്, സകല മലിനതയും മാറി നാം ശുദ്ധീകരിക്കപ്പെടുന്നു. യെഹെസ്കേൽ 36:25 പറയുന്നത്, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. നിർമ്മല ജലം തളിച്ച് ശുദ്ധീകരിക്കും എന്ന ഇവിടെ പറയുന്നത്. തളിക്കുക എന്നതിൽ കൂടി പാപപരിഹാരത്തിനായി അർപ്പിക്കുന്ന മൃഗത്തിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ തളിക്കുന്ന പ്രവൃത്തിയെ ആണ് സൂചിപ്പിക്കുന്നത്. നിർമ്മല ജലം തളിച്ചും രക്തം തളിച്ചുമുള്ള ശുദ്ധീകരണം. വെള്ളവും രക്തവും എന്ന ആശയം ക്രൂശിലെ യാഗത്തിലും കാണാം. ക്രൂശിൽ യാഗമാക്കപ്പെട്ട യേശുവിൻ്റെ വിലാപ്പുരത്ത് പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറത്തു വന്നു എന്ന് യോഹന്നാൻ 19:34 വായിക്കുന്നു. യേശു തൻ്റെ വിലാപ്പുരത്ത് നിന്ന് ഒഴുക്കിയ രക്തവും വെള്ളവും ആണ് പഴയ സൃഷ്ടിയുടെ എല്ലാ മലിനതയെയും കഴുകി ശുദ്ധീകരിച്ച് പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ ഉപയോഗിച്ചത്. നിന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാം എന്ന കർത്താവ് പറഞ്ഞത് യെശയ്യാവ് 1:18. പുതിയ സൃഷ്ടിയിലുണ്ടാകുന്ന ഒന്നാമത്തെ മാറ്റമാണ് ശുദ്ധീകരിക്കപ്പെടുക എന്നത്. എന്നാൽ ഈ ശുദ്ധീകരണം പ്രാപിക്കുന്നതിന് ക്രൂശിന്റെ ചുവട്ടിൽ ചെല്ലണം. ക്രിസ്തുവിലായിത്തീരുന്നവർക്ക് മാത്രമേ ഈ പുതിയ അനുഭവം ലഭിക്കൂ. 2 കൊരിന്ത്യർ 5:17. 2, പഴയ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് പുതിയ ഹൃദയം നൽകുന്നു. യെഹെസ്കേൽ 36:26 പറയും, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും എന്ന. പഴയതിനെ നന്നാക്കിയെടുക്കുമെന്നല്ല, പുതിയത് തരുമെന്ന. പഴയത് നന്നാക്കിയാൽ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോയേക്കാം. അതുകൊണ്ട് പുതിയ ഹൃദയം കർത്താവ് നൽകും. പല അവസ്ഥകളിൽ ഉള്ള ഹൃദയമുണ്ട്. കല്ലായ ഹൃദയം യെഹെസ്കേൽ 36:26, കപടഹൃദയം യിരെമ്യാവ് 17:9, കഠിനഹൃദയം പുറപ്പാട് 17:13, ദുഷ്ടഹൃദയം എബ്രായർ 3:12. നമ്മിൽ പലരുടെയും ഹൃദയം ഈ വിധത്തിൽ ഉള്ളതൊക്കെയാണ്. ഈ വിധത്തിലുള്ള ഹൃദയം നമ്മിൽ ഉള്ളിടത്തോളം ഒരു മാറ്റവും ജീവിതത്തിനുണ്ടാവില്ല. അതുകൊണ്ട് ഈ വിധത്തിലുള്ള ഹൃദയം നീക്കം ചെയ്ത് പുതിയ ഹൃദയം വെച്ചു പിടിപ്പിക്കണം. പുതിയ ഹൃദയം വെച്ചു പിടിപ്പിക്കുവാൻ യേശു എന്ന സ്പെഷ്യലിസ്റ്റിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് കല്ലായ ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസമുള്ള ഹൃദയം തരുമെന്ന് കർത്താവ് പറയുന്നത് യെഹെസ്കേൽ 36:26. പുതിയ ഹൃദയം ലഭിക്കുമ്പോൾ പുതിയ മനുഷ്യനായി തീരുകയും ജീവിതത്തിനാകമാനം മാറ്റം സംഭവിക്കുകയും ചെയ്യും. പുതിയ മനുഷ്യനായി തീരുക എന്നത് ക്രിസ്തുവിലാകുന്നവരുടെ അനുഭവമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താകുന്നു എന്ന് പരിശോധിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ കർത്താവിനറിയാം. അവൻ നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അറിയുന്നു. സങ്കീർത്തനം 44:21. പുതിയ ഹൃദയം നൽകി നമ്മെ പുതുക്കുവാൻ യേശു കർത്താവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് പുതിയ ഹൃദയം നൽകി പുതുക്കുന്ന കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം. 3, കർത്താവ് തൻ്റെ ആത്മാവിനെ തന്നെ നൽകി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതോടൊപ്പം നമ്മെ ശക്തീകരിക്കുന്നു. ദൈവാത്മാവാണ് നമ്മെ ശക്തീകരിക്കുന്നത്.
യഹസ്കേൽ 36:27 പറയുന്നത് എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും എന്നാണ്. ദൈവാത്മാവ് നമ്മിൽ ഇല്ലാത്തിടത്തോളം നാം ചത്ത അസ്ഥികൾക്ക് തുല്യമാണ്. അസ്ഥികളുടെ താഴ്വരയിൽ ഞരമ്പില്ലാതെ ത്വക്കില്ലാതെ ഉണങ്ങി ചിന്നിച്ചിതറിക്കിടക്കുന്ന അസ്ഥികൾ ജീവൻ വെച്ച് അസ്ഥികളുടെ മേൽ 4 ദിക്കിൽ നിന്നും അടിച്ച കാറ്റുകൊണ്ട് ജീവൻ വെച്ചു എന്ന് 37:1-10 വാക്യങ്ങളിൽ വായിക്കുന്നു. ഇവിടെ അടിച്ച കാറ്റ് ദൈവാത്മാവാണ്. 37:14 പറയുന്നത്, നിങ്ങൾ ജീവിക്കേണ്ടത് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കുമെന്നാ. അസ്ഥികളുടെ താഴ്വരയിൽ ഉണങ്ങി ചിന്നിച്ചിതറിക്കിടക്കുന്ന അസ്ഥികളുടെ അതേ അവസ്ഥയല്ലേ നമ്മുടേതും. ഞരമ്പും മാംസവും ഒക്കെ ഉണ്ട്, കൂട്ടായ്മയുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പക്ഷേ ജീവൻ മാത്രമില്ല. അതായത് ജീവൻ നൽകുന്ന ആത്മാവ് നമ്മളില്ല. തന്മൂലം ചത്ത അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. ഇതിന് മാറ്റം വരണമെങ്കിൽ നമ്മിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നടക്കണം. ആത്മാവിനെ നമ്മിൽ ആക്കി ശക്തീകരിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ആത്മാവിനെ നമുക്ക് ലഭിക്കണമെങ്കിൽ കർത്താവിനോട് ചോദിക്കണം. കർത്താവിനോട് ചോദിക്കുന്നവർക്ക് ആത്മാവിനെ എത്രയും അധികമായി നൽകുമെന്ന ലൂക്കോസ് 11:13 പറയുന്നത്. യാചിക്കുന്ന ഏവനും ആത്മശക്തി പ്രാപിപ്പാൻ കഴിയും എന്ന് നാം ഇവിടെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആത്മാവിനായി നമുക്ക് യാചിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ രക്തത്താൽ കഴുകി എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ. നിൻ്റെ ആത്മാവിനാൽ എന്നെ ശക്തീകരിക്കണമേ. ആമേൻ. ക്ഷമിക്കണമേ.